ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തമിഴിലും തെലുങ്കിലുമായി തിരഞ്ഞെടുത്ത സിനിമയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യ നായകനായി വെങ്കി അല്ലൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമിത ബൈജു, രാധിക ശരത് കുമാർ, യോഗി ബാബു, രവീണ ടണ്ടൻ, നാസർ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് ജി.വി. പ്രകാശ് കുമാറാണ്. സിനിമാറ്റോഗ്രാഫി നിമിഷ് രവിയും എഡിറ്റിംഗ് നവീൻ നൂലിയുമാണ്. സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടും എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. നിലവിൽ റെഗുലർ ഷോയ്ക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ മെച്ചപ്പെട്ട സിനിമ എന്ന് തന്നെയാണ്. സൂര്യയും രാധിക ശരത് കുമാറും മത്സരാഭിനയമാണ് സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനിടയിൽ മമിത ബൈജു ഉൾപ്പെടെ മറ്റ് താരങ്ങളുടെ ഗംഭീര പ്രകടനവും എടുത്തു പറയുന്നുണ്ട്. അതീവ മനോഹരമായ വളരെ മികച്ച കോമഡികൾ നിറഞ്ഞ പക്ക ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ സിനിമ തന്നെയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. വമ്പൻ വിജയം നേടിയ കറുപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം സൂര്യയ്ക്കും, താഴ്കിഴവി എന്ന സിനിമയ്ക്ക് ശേഷം രാധിക ശരത് കുമാറിനും, ഡ്യൂഡ് എന്ന സിനിമയ്ക്ക് ശേഷം മമിത ബൈജുവിനും അടുത്ത സൂപ്പർ ഹിറ്റ് വിജയം സമ്മാനിക്കുന്ന സിനിമ കൂടിയാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. അതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്ര, തെലങ്കാനയിലും എല്ലാം തന്നെ മികച്ച അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. നിലവിൽ മണിക്കൂറിൽ ബുക്ക് മൈ ഷോ വഴി 20,000 25,000 ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ പ്രീസെയിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ ഫൈനൽ പ്രീസെയിലായി 3,56,00,000 രൂപയും, തെലങ്കാനയിൽ 2,03,00,000, ആന്ധ്രാപ്രദേശിൽ 1,32,00,000, കർണാടകയിൽ 86,00,000, കേരളത്തിൽ 63,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5,60,000 എന്നിങ്ങനെ ഇന്ത്യൻ പ്രീസെയിലായി 8,46,00,000 രൂപയാണ് സ്വന്തമാക്കിയത്. വിദേശത്ത് നിന്ന് 5,62,00,000 പ്രീസെയിൽ നേടിയെടുത്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ ദിവസം നേടിയെടുത്തത് 14,08,00,000 രൂപയാണ്. ഇന്ത്യയിൽ തമിഴ് പതിപ്പിൽ നിന്ന് 4,95,00,000 രൂപയും, തെലുങ്ക് പതിപ്പിൽ നിന്ന് 3,51,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം നാളെ ശനിയാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 8,60,00,000 എത്തിച്ചേർന്നിട്ടുമുണ്ട്. വിശാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഇന്ന് ഓഗസ്റ്റ് 14 തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് മകുടം. വിശാൽ ഇരട്ടവേഷത്തിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ തുഷാര വിജയൻ, അജ്ഞലി, യോഗി ബാബു, ജാവ സുന്ദരേശൻ, വംശി കൃഷ്ണ, അർജയ്, അബു സലീം, തമ്പി രാമയ്യ, ജോൺ വിജയ് എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സിനിമയുടെ ഛായാഗ്രഹണം റിച്ചാർഡ് എം നാഥനും എഡിറ്റിംഗ് NB ശ്രീകാന്തുമാണ്. സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത് ജി.വി. പ്രകാശ് കുമാറാണ്. സൂപ്പർ ഗുഡ് ഫിലിംസ്, വിശാൽ ഫിലിം ഫാക്ടറി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് നിലവിൽ ആവറേജ് അഭിപ്രായം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിലും നിലവിൽ ഈ സിനിമ എത്തിച്ചേർന്നിട്ടില്ല. ഇന്ന് ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് ഗംഭീര അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് അപരപൻ 2. 2007 തിരഞ്ഞെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വഴി നേടിയെടുത്ത അപരപൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി തിരഞ്ഞെടുത്ത ഈ സിനിമ നിതിൻ കക്കറാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ബിലാൽ സിദ്ദീഖ് തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മി, ദിഷ പട്ടാനി, ഷബാന ആസ്മി, അതുൽ കുമാർ, അനിരുദ്ധ് റാവൾ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിഷ്ണു റാവു ആണ്. എഡിറ്റിംഗ് ദേവേന്ദ്ര മുർദേശർ. രാജു സിംഗ് ആണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ആദ്യ ഭാഗത്തെ പോലെ തന്നെ രണ്ടാം ഭാഗത്തിനും ഗംഭീര അഭിപ്രായമാണ് നിലവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ 23,000 ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. സിനിമ അഡ്വാൻസ് ബുക്കിലൂടെ ഇന്ത്യയിൽ തന്നെ പ്രീസെയിലായി നേടിയെടുത്തത് 11 കോടി രൂപയായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ബോളിവുഡ് സിനിമയാണ് ബഡ്വാര 1947. ചിത്രം തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത് രാജ്കുമാർ സന്തോഷിയാണ്. സണ്ണി ഡിയോൾ, പ്രീതി സിൻഡ, ഷബാന ആസ്മി, കരൺ ഡിയോൾ, അഭിമന്യു സിംഗ്, ഖുഷി ഹജാരെ, കനിക കപൂർ എന്നിങ്ങനെ നല്ലൊരു താരനിര ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ചെയ്തിട്ടുള്ളത് സന്തോഷ് ശിവനാണ്. ശ്യാം സൻഗോൾക്കറാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് AR റഹ്മാനാണ്. ആമീർ ഖാൻ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ സിനിമ PVR ഇനോക്സ് ആണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. 150 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ പൊതുവെ മിക്സഡ് അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ മണിക്കൂറിൽ 5,000, 7,000 ടിക്കറ്റുകൾ വരെ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ പുതിയ സിനിമകൾ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.